ആ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ നിങ്ങളല്ല മിസ്റ്റർ പത്മനാഭൻ, ഗിരി എന്നൊരാളാണ്. അയാളുടെ പേരിലാ വസ്തു. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? പത്മനാഭ, ഇതൊന്നും എന്റെ വിഷയമല്ല. ഇപ്പോഴും നിങ്ങളുമായി ഇടപാട് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഓ, ആരിത്? മീനുവോ? എന്താ മീനു, എന്താ വേണ്ടേ? അല്ല, പാറുവിന് മീനുവിന് അറിയില്ലേ? എവിടേക്കോ വെച്ച് കണ്ടിട്ടുണ്ട്. പേര് മീനു എന്നാണെന്ന് ഇപ്പോഴറിയുന്നത്. ശരിക്കും പേര് മീനാക്ഷി എന്നാ? നല്ല പേര്. എന്താ വേണ്ട മോളെ? എനിക്ക് ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കട്ടെ എന്നോ? നീ എന്നുമല്ലേ ഈ പത്രം വായന തുടങ്ങിയത്? അല്ലെങ്കിൽ പത്രം ഇവിടെ കിടന്നാൽ തിരിഞ്ഞു പോലും നോക്കാത്തവനല്ലേ? ഇന്നു മുതലേ ഞാൻ തുടങ്ങി. കൊള്ളാം, അത് നല്ല കാര്യം തന്നെ. ഇതൊരു ശീലമാക്കണം കേട്ടോ. ഈ പത്രത്തില് കാണാനില്ലാന്ന് വല്ല വാർത്തയുണ്ടോ? കാണാനില്ലേ? ആരെയാ കാണാത്ത? എനിക്കറിയാവുന്ന ഒരാളെയാ. അങ്ങനെ ഒരു വാർത്ത പത്രത്തിലുണ്ടോ? നീ നോക്ക്. ഇല്ലല്ലോ, അങ്ങനെ ഒരു വാർത്ത ഇത് കാണുന്നില്ലല്ലോ. എന്നാ അധികം വൈകാതെ ഒരു വാർത്ത വരും. ചിലപ്പോ ചരമകോളത്തിലായിരിക്കും ആളുടെ വാർത്ത വരുന്നത്. ഗിരിയേട്ടനെ അറിയാവുന്ന ഒരാള് തന്നെയാ. എനിക്കറിയുന്ന ആളോ? അതാരാ? കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ പറ്റിച്ച് നടക്കുന്ന ഒരു അവതാരമാണ്. ഈ നാട്ടിലുള്ള ആളാണോ? തൊട്ടടുത്തുള്ള ആളാ. തൊട്ടടുത്തുള്ള ആളോ? അതാരാ? മോളെ, ആളാരാന്ന് പറ. ഞാനത് പറയണോ? പറഞ്ഞ എല്ലാം പറയേണ്ടി വരും. പറയ്, ഈ പെണ്ണുങ്ങളെ പറ്റിച്ച് നടക്കുന്ന തെണ്ടി ആരാണെന്ന് നമുക്കറിയണ്ടേ? അങ്ങനെ ഒരാൾ നാട്ടിലുണ്ടെങ്കിൽ അത് വെച്ചുറപ്പിക്കാൻ പാടില്ലല്ലോ. ആളെ ഏതുവരെ പോകുന്നു നോക്കട്ടെ, എന്നിട്ട് പറയാം. ഇനി എവനെങ്ങാനാണോ? ഞാനോ? എനിക്ക് കുട്ടി അറിയുപോലും ഇല്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ പറ്റിക്കുന്നേ? ഗിരിയേട്ടാ, ഞാൻ പറയുന്ന സാധനങ്ങൾ എടുത്തേ. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാം. പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. പറഞ്ഞോ. മോളെ, കണക്ക് ഇതിലെഴുതി വെക്കട്ടെ? മതി. എങ്കിൽ പോട്ടെ. ശരി. പറ്റൂക്ക് നിറഞ്ഞല്ലോ.
റാണിക്ക് ഇത് അറിഞ്ഞൂടാ, പറഞ്ഞേക്കരുത്. ആലോചിക്കട്ടെ. ഉം. ഗിരിയേട്ടാ ഞാൻ പോട്ടെ. നീ ഇതവിടെ പോവാ? നീ ആകെ ഉയർത്തിരിക്കുകയാണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ഗിരിയേട്ടാ, ഒരു തലകറക്കം പോലെ. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. അയ്യോ ഉണ്ണി, ഞാനൊന്ന് നോക്കട്ടെ, എന്തേലും മരുന്നെഴുതി തരാം. ഒന്നും വേണ്ട ചേച്ചി, ഒന്ന് കിടന്നാ ശരിയാവും. പോട്ടെ. ഏയ് പാറുവിന് ചായ വേണോ? ആ വേണം. മിനിസ്റ്റർ എത്തിയോ? എത്തിയിട്ടുണ്ട് സർ. ആ ആ ആ ആ വരണം സർ. അല്ല, മിനിസ്റ്ററോടെ വെയിറ്റ് ചെയ്യുക. അദ്ദേഹം വന്നിട്ട് ഒത്തിരി നേരമായോ? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഞാൻ പത്മനാഭൻ സാറിനെ വിളിക്കാനായി ഫോൺ എടുക്കുകയായിരുന്നു. അപ്പൊ തന്നെ സാറിങ്ങെത്തി. ആ ആ രമണി, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. ശരി മുതലാളി. ആ വരണം സർ. ഓ നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. ഓ പത്മനാഭ, അലക്സ് മാത്യു വന്ന് തന്നോടൊരു കാര്യം പറഞ്ഞിട്ട് എത്ര നാളായി? അതെന്താ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? എന്തിനാ ഇത്ര താമസം? അല്ല, അതെ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇത്തിരി തിരക്കിലായി പോയതുകൊണ്ടാ. അല്ല, ഇനി വൈകിപ്പിക്കില്ല. 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇടപാട് നടത്താം. ആ നിങ്ങളുടെ തിരക്കൊന്നുമല്ല ഈ ഇടപാട് ഇങ്ങനെ വൈകുന്നതിന് കാരണം. ഹ, അതൊക്കെ എനിക്ക് നന്നായി അറിയാം. എന്ത് കാരണം? സാറേ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. താൻ ഇങ്ങനെ ഉരുളരുത്. ഇടപാട് വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളുടേതെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആ 150 ഏക്കർ വസ്തു അത് നിങ്ങളുടെ പേരിലല്ല. അത് തന്നെയാ കാരണം. ആ, ആ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ നിങ്ങളല്ല മിസ്റ്റർ പത്മനാഭൻ. ഗിരി എന്നൊരാളാണ്. അയാളുടെ പേരിലാ വസ്തു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പത്മനാഭ, ഇതൊന്നും എന്റെ വിഷയമല്ല. ഇപ്പോഴും നിങ്ങളുമായി ഇടപാട് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഓ പക്ഷെ അതിനു മുമ്പ് ബാധ്യതകൾ തീർത്ത് വസ്തു നിങ്ങളുടെ പേരിലാക്കണം. അങ്ങനെ ആയാൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകും. അല്ല, അതോ ഉടനെ തന്നെ എന്റെ പേരിൽ മാറ്റിയെടുക്കും. അതിനുള്ള നീക്കങ്ങൾ നടക്കുക. ആ എങ്കിൽ നല്ലത്. ഓ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗിരിയുമായി കരാറുണ്ടാക്കേണ്ടി വരും. അയ്യോ, അത് വേണ്ട സാർ. ഞങ്ങൾക്കിനി കാത്തിരിക്കാനാവില്ല പത്മനാഭൻ. നിങ്ങൾ കഴിച്ച ലോട്ടറിയുടെ ടിക്കറ്റ് എന്തിനും മറ്റൊരാൾ കൊടുക്കണം? ഞങ്ങൾക്ക് പത്മനാഭനുമായി ഇടപാട് നടത്താൻ തന്നെയാണ് ഇഷ്ടം. പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ എനിക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും. അയ്യോ, എന്ത് വേണമെന്ന് പത്മനാഭന് തീരുമാനിക്കാം. അല്ല അലക്സേ, സാറേ, അതെ അതെ. ശ്ശേ.